ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ വീണ്ടും കുറച്ച് മീഷോ പ്രൊഡക്ട്സ് ആയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയട്ടെ, മീഷോ പ്രൊഡക്ട്സ് മാത്രമാണോ അതല്ല ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനെയുള്ള പ്രൊഡക്റ്റൊക്കെ റിവ്യൂ ചെയ്യുന്നത്? നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്നത്തെ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു ഗ്ലാസിൻ്റെ സെറ്റാണ്. 6 വരുന്നൊരു ഗ്ലാസിൻ്റെ സെറ്റാണ്. ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നോർമൽ ഗ്ലാസ്സസ് ഇതുപോലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അത്യാവശ്യം സൈസും ഉണ്ട് കേട്ടോ. 160 ml കപ്പാസിറ്റിയാണ് ഇതിൽ ഓരോ ഗ്ലാസ്സിനും കൊടുത്തിട്ടുള്ളത്. പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ ഒരു ഗ്ലാസിൻ്റെ സൈഡ് ഭാഗമൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം തിക്നെസ് ഉണ്ട് എന്നുള്ളത്. അപ്പം അത്യാവശ്യം നല്ല തിക്നെസ്സോട് കൂടിയിട്ട് നല്ല ഗ്ലാസ്സിൽ നല്ല ക്വാളിറ്റിയുള്ള ഗ്ലാസ് തന്നെ ചെയ്തെടുത്തിട്ടുള്ള ഗ്ലാസ്സുകളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 303 രൂപയായിരുന്നു. ആ ഒരു പ്രൈസിന് പോകത്തുള്ള പ്രൊഡക്റ്റാണെന്ന് തോന്നുന്നു. കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റിയും അത്യാവശ്യം നല്ല വലുപ്പവും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ട്. എന്തായാലും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെങ്കിൽ മുന്നേ വാങ്ങിക്കോളൂ, വാങ്ങണം എന്നുള്ളവർ. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഈ ഒരു അലൂമിനിയത്തിൻ്റെ ഒരു പാനാണ് കേട്ടോ, ഫ്രൈയിങ് പാനാണ്. ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ വരുന്നൊരു അലൂമിനിയം പാൻ കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ. വെയിറ്റ്ലെസ് ആയിട്ടുള്ള അലൂമിനിയം എന്നല്ല, നല്ല വെയിറ്റിൽ വരുന്ന അലൂമിനിയം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ പുറംഭാഗം കണ്ടാൽ നല്ല സ്റ്റീൽ പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഉൾഭാഗം ഇതുപോലെ അലൂമിനിയത്തിൻ്റെ തന്നെ അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. നല്ല ഹെവി ആയുള്ള ഹാൻഡിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ വരുന്ന അത്യാവശ്യം സൈസിൽ വരുന്ന ഒരു പാനാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കയ്യിലെടുത്താലേ ശരിക്കും മനസ്സിലാവുള്ളൂ, കാരണം എത്രത്തോളം വെയിറ്റും കാര്യങ്ങളും ഉണ്ട് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 224 രൂപയായിരുന്നു കേട്ടോ. ആ പ്രൈസിന് എക്സ്ട്രാ വർത്തുള്ള പ്രൊഡക്റ്റാണ്. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് കുറച്ച് സ്ക്രബ്ബറുകളാണ്. 5 വരുന്നൊരു സെറ്റാണ്. ഞാൻ ഇതിന് മുന്നേ വേറൊരു ടൈപ്പ് സ്ക്രബ്ബർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വേറൊരു ടൈപ്പ് കേട്ടോ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഭാഗം ഇതുപോലെ ഹാർഡായിട്ട് വരുന്നത് കേട്ടോ. അതായത് നമുക്ക് കുറച്ച് സ്റ്റെയിനൊക്കെ ഉള്ളത് കഴുകാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം, പിന്നെ ഒരു ഭാഗം ഇതുപോലെ സോഫ്റ്റ് ആയിട്ട്, അതായത് നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ സംഭവങ്ങളൊക്കെ കഴുകിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം വെച്ച് കഴുകിയെടുത്താൽ മതി കേട്ടോ. അപ്പം എന്താ പറയുക, സ്ക്രബ്ബറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ ഹാങ് ചെയ്തിടാനുള്ളൊരു ഈ ഒരു സംഭവം ഇതിൻ്റെ സൈഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കൂടുതലൊന്നും പറയാം ഇല്ല. പിന്നെ ഇതിന്റെ പ്രൈസ് വരുന്നത് 132 രൂപയായിരുന്നു കേട്ടോ. 5 ആ ഒരു പ്രൈസിന് പോകത്തുള്ള പ്രൊഡക്റ്റാണ്. കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ വരുന്ന സ്ക്രബ്ബറാണ് കേട്ടോ. എന്തായാലും വാങ്ങിയ നഷ്ടം തോന്നില്ല, കാരണം നമുക്ക് ഒരേ ടൈമിൽ 2 ടൈപ്പ് പാത്രങ്ങളും കഴുകാൻ പറ്റുന്ന രീതിയിൽ വരുന്ന സ്ക്രബ്ബറാണ്. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഇതെന്താണ് മനസ്സിലായോ? ഇതെന്താന്ന് വെച്ചാൽ സിലിക്കണിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. എന്തിനാ യൂസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ സിങ്കിൽ നിന്നൊക്കെ വെള്ളം പുറത്തേക്ക് ഇങ്ങനെ തൂക്കൂലേ, അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാട്ടോ. ഇതുപോലെ സിങ്കിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഇത് വെച്ചു കൊടുത്താൽ ഈ ഒരു സംഭവം ഇങ്ങനെ വെച്ചു കൊടുത്താൽ വെള്ളം പുറത്തേക്ക് തെറിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. സിങ്കുന്ന വെള്ളം പുറത്തേക്ക് ഇങ്ങനെ തെറിക്കുന്ന ബുദ്ധിമുട്ട്. പക്ഷേങ്കിൽ ഇത് വെച്ചു കൊടുത്താൽ വെള്ളം പുറത്തേക്ക് വരില്ല. പിന്നെ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചു കൊടുക്കട്ടെ, എന്നാലേ അവിടെ ശരിക്കും നിൽക്കുള്ളൂ. പിന്നെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇളകി പോകുമൊന്നുമില്ല. നമ്മളിങ്ങനെ കൈകൊണ്ട് നല്ല ശക്തിയായിട്ട് പിടിച്ചെടുത്താൽ തന്നെ പിന്നെ ഇളകി പോരുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ആവശ്യം കഴിഞ്ഞാൽ എടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സംഭവം കൊടുത്തപ്പോൾ നമുക്ക് ഹാങ് ചെയ്തിടാനും ഈസി ആട്ടോ. അപ്പോൾ ഇതിന്റെ പ്രൈസ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 180 രൂപയായിരുന്നു. പക്ഷെ ഇപ്പം മീഷോയിൽ നോക്കിയപ്പോൾ പ്രൈസ് നന്നായിട്ട് കൂടിയിട്ടുണ്ട് കേട്ടോ. അടുത്ത പ്രൊഡക്റ്റ് ഇതുപോലെ ഒരു പാനാണ്. നമുക്ക് പാൻ കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാനാണ്. ഈ ഒരു പാൻ്റെ കഥ എന്താന്ന് വെച്ചാൽ ഇത് സംഭവം നല്ല അടിപൊളി ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇൻഡക്ഷൻ ബേസ് ആണ്. അതുപോലെ ഗ്യാസ് സ്റ്റോപ്പിൽ ഒരേ ടൈമിൽ വെക്കാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല ക്വാളിറ്റി തന്നെയാണ് വരുന്നത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓർഡർ ചെയ്തിരുന്ന സാധനം ഈ സൈഡിൽ ഞാൻ കാണിക്കുന്ന ഫോട്ടോയിൽ കാണിക്കുന്ന ഈ ഒരു പാനിൽ ഈ ടൈപ്പ് പാൻ ചെയ്തിട്ട് ഓർഡർ ചെയ്തത്. ഒരേ ടൈമിൽ നമുക്ക് 2 രീതിയിലുള്ള ഐറ്റംസ് കുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാനാണ് അത്. പക്ഷെങ്കിൽ കൈ കിട്ടിയപ്പോൾ ഈ ഒരു രീതിയിലാട്ടോ കിട്ടിയത്. ഇങ്ങനത്തെ ഒരു പാൻ ഞാൻ മുന്നേ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടിപൊളി പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെങ്കിൽ എനിക്കിത് ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ എന്തായാലും റിട്ടേൺ ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സൗകര്യം കൂടി മീഷോയിലുണ്ട് കേട്ടോ. നമുക്ക് വാങ്ങിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ റിട്ടേൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്, ഈസി ആയിട്ട് റിട്ടേൺ ചെയ്യാം. അപ്പോൾ ഇതിന്റെ പ്രൈസ് 478 രൂപയെ ഞാൻ കൊടുത്ത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ പ്രൊഡക്ട്സിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ട്. അതുപോലെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.